നേരിൻ്റെ ശബ്ദത്തിലേക്ക് സ്വാഗതം. നേരിൻ്റെ ശബ്ദത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും നിങ്ങളുടെ സ്വന്തം അരുൺ നെടുമങ്ങാട്. ഇന്ന് നിങ്ങളോട് പറയുവാൻ പങ്കുവെക്കുവാനായി കടന്നു വരുന്നത്, നമ്മുടെ എല്ലാ വീട്ടുകളിലും നമ്മൾ പലപ്പോഴും AC നമ്മൾ വാങ്ങാറുണ്ട്. അപ്പോൾ ഇപ്പോഴുള്ള വോൾട്ടാസ് എന്ന് പറയുന്ന കമ്പനിയുടെ AC, ടാറ്റയുടെ വോൾട്ടാസിൻ്റെ കമ്പനി വാങ്ങിച്ചിട്ട്, ഒരു വ്യക്തി വാങ്ങിച്ചിട്ട് വെറും 4 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അതിന് കംപ്ലൈൻ്റായി 4 മാസത്തിൽ 4 സർവീസാണ് നടത്തിയിരിക്കുന്നത്. കാരണം കൊണ്ടുവച്ച് 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് വീടിനകം മുഴുവൻ ACയിൽ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങുകയാണ് ചെയ്യുന്നത്. വെള്ളമാണ് ഇറ്റിറ്റ് വീഴുന്നത്. അത് മുഴുവൻ ഇതിലൂടെ ഒലിച്ചിറങ്ങിയത് മാത്രമല്ല, ഇപ്പോൾ നാളെ താഴെ നോക്കണം, ഇവിടെ മൊത്തം ഒലിച്ചിറങ്ങി അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരു ആറ് ഒഴുകുന്നത് പോലെയാണ് വെള്ളം ഒഴുകുന്നത്. അതാണ്ട് ഇത് മൊത്തം വെള്ളം കെട്ടിക്കിടക്കുക. ഈ കിടക്കുന്ന മുഴുവൻ ACയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അത് അവിടെ മാത്രമല്ല, നാണ്ട് ഇവിടെയും ഉണ്ട്. മൊത്തവും ACയിലെ വോൾട്ടാസ് എന്ന കമ്പനി ചൂട് നിമിത്തം വാങ്ങിച്ചപ്പോൾ സൗജന്യമായിട്ട് വീടിനകം മുഴുവൻ വെള്ളം നിറയ്ക്കുവാനുള്ള സംവിധാനം കൂടി ഈ വോൾട്ടാസ് എന്ന് പറയുന്ന ഈ AC കമ്പനിക്ക് ഉണ്ട് എന്നാണ് ഇതിൽ മനസ്സിലാക്കുക. ഇത് ഇവിടെ മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ പല വോൾട്ടാസ് കമ്പനി AC വാങ്ങിച്ച പലരുടെയും അനുഭവം ഇത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് ഇന്ന് വോൾട്ടാസ് എന്ന് പറയുന്ന ഈ കമ്പനിയിലുണ്ട്. അതിൻ്റെ നേർ ദൃസാക്ഷിയാണിത്. അപ്പോൾ ഇവരെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് വരും. നേരിൻ്റെ ശബ്ദത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം അരുൺ നെടുമങ്ങാട്. ഇന്ന് ഞാൻ നിങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്നത്, നമ്മുടെ കേരളത്തിൽ അനവധി ലോക്കൽ സാധനങ്ങൾ, ഇലക്ട്രോണിക്സുകൾ, കമ്പനി സാധനമാണെങ്കിൽ പോലും അതിൻ്റെ ഇടയിൽ ലോക്കൽ സാധനങ്ങൾ കേടുപാടുകൾ സംഭവിച്ചതും അധികം താമസിക്കാതെ കംപ്ലൈൻ്റ് ആകുന്നതുമാകുന്ന കമ്പനി സാധനങ്ങൾ വിറ്റഴിക്കുന്ന പല ഷോപ്പുകൾ നമ്മുടെ കേരളത്തിൽ ഇന്ന് സുലഭമായി പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ ഒറ്റ ഒരു ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം അനവധി പ്രശ്നങ്ങൾ പല ആൾക്കാരും കംപ്ലൈൻറ്റ് ചെയ്ത ഒരു സംഭവമാണ്. ഇപ്പോൾ എൻ്റെ മധ്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു തെളിവ് സഹിതം ഒരു വ്യക്തി സമീപിക്കുകയുണ്ടായി. ആ സംഭവം ഇങ്ങനെയാണ്. നമ്മുടെ നെടുമങ്ങാട് ഗേൾസ് സ്കൂളിൻ്റെ തൊട്ട് താഴെ ആയിട്ട് ഓക്സിജൻ എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഇലക്ട്രോണിക്സ് ഷോപ്പുണ്ട്, കടയുണ്ട്. അവിടെ നിന്ന് ഒരു വീട്ടിലേക്ക് 3 ഐറ്റം സാധനങ്ങൾ വാങ്ങുകയുണ്ടായി. ഈ 3 ഐറ്റം സാധനങ്ങളും പെട്ടെന്ന് തന്നെ കംപ്ലൈൻ്റ് ഉണ്ടായി. ആദ്യം അവിടെ വാങ്ങിച്ചത് ഒരു കൂളറായിരുന്നു. കഴിഞ്ഞ ചൂട് സമയത്ത് ഒരു കൂളർ വാങ്ങിച്ചു. പക്ഷേ അതിന് കൂളറൊന്നും പറയാൻ പറ്റുകയില്ല. അത് ഓണാക്കി കഴിഞ്ഞാൽ നാട്ടുകാർ മുഴുവൻ അറിയും. അത്രയ്ക്ക് എരപ്പും ശബ്ദവുമായിരുന്നു. അവിടെ വെച്ച് ഓണാക്കി കാണിച്ചത് വേറെ ഒന്നായിരുന്നു, സൈലൻ്റ് ആയിട്ടുള്ളൊരു മെഷീനും. സാധനം തന്നുവിട്ട് വീട്ടിൽ കൊണ്ട് ഉപയോഗിച്ച് അന്ന് മുതൽ ഭയങ്കര ശബ്ദമായിരുന്നു. കാരണം അത് ഓണാക്കി വെച്ചുകൊണ്ട് വീട്ടിൽ സംസാരിക്കുവാനോ വെളിയിൽ നിന്ന് വരുന്നവർ എന്തെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കുവാനോ കഴിയാത്ത രീതിയിലുള്ള ശബ്ദമായിരുന്നു. അത് ഓക്സിജനിൽ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്തു. വിഗാർഡിൻ്റെ സാധനമായിരുന്നു. കംപ്ലൈൻറ്റ് ചെയ്തു. അവിടുന്ന് ആൾ വന്ന് നോക്കിയപ്പോൾ ശരിയാണ്, നല്ല ശബ്ദമുണ്ട്. അദ്ദേഹം മാക്സിമം അത് ശരിയാക്കാൻ നോക്കി, അതെന്താണെന്ന് സംഭവം പഠിക്കാൻ നോക്കി. പക്ഷേങ്കിൽ അദ്ദേഹം ഫെയിലായി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ തന്നെയാണ് സംഭവം എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ തിരിച്ചെല്ലാം പറക്കി വെച്ച് സെറ്റ് ചെയ്തിട്ട് അയാൾ പോയി. ഓക്സിജനിൽ വിളിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് അത്രയേ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിനുശേഷം ഒരു ഫോൺ അവിടുന്ന് വാങ്ങുകയുണ്ടായി. അതായത് ആ ഫോൺ ഇതാണ്. ഈ ഫോണാണ് അവിടുന്ന് വാങ്ങിച്ചത്. വാറണ്ടിയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഫോൺ ഓക്സിജനിൽ നിന്ന് വാങ്ങിച്ചു. പക്ഷേ
റെഡ്മി ഈ ഫോൺ വാങ്ങിച്ച് ഇത്ര സമയകാലമായതേ ഉള്ളൂ, ആ ഫോണിനും കംപ്ലൈൻ്റ് ആയി. ആ ഫോൺ ഇപ്പോൾ വാങ്ങിച്ചിട്ട് കുറഞ്ഞത് 1 വർഷത്തോളം അടുപ്പിച്ചാകുന്നു. ആ ഫോൺ ഇപ്പോൾ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ടച്ചൊക്കെ ചില സമയത്ത് വിളിച്ചാൽ ശബ്ദം കേൾക്കുകയില്ല. അങ്ങനെ ഒരു കംപ്ലൈൻറ്റ്. രണ്ടാമത് ആ വീട്ടുകാർ തന്നെ മൂന്നാമത് അവിടെ ചെന്ന് ഒരു AC വാങ്ങുകയുണ്ടായി. വോൾട്ടാസ്, ടാറ്റയുടെ കമ്പനി വോൾട്ടാസ് എന്ന് പറഞ്ഞ ഒരു 1.5 ലിറ്ററിൻ്റെ ഒരു AC വാങ്ങുകയുണ്ടായി. AC വാങ്ങിച്ചിട്ട് ഇപ്പോൾ 4 മാസത്തോളമായി, അല്ലെങ്കിൽ 5 മാസത്തോളമായി എന്ന് കൂട്ടാം. അത് വാങ്ങിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ആ AC-യിൽ നിന്ന് വെള്ളം ലീക്ക് ചെയ്ത് റൂം മൊത്തം വെള്ളം ലീക്ക് ചെയ്ത് വരികയാണ്. സർവീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു, അവർ യാതൊരുവിധ റിപ്ലൈയുമില്ല. അതിനുശേഷം ഈ 4-5 മാസത്തിനിപ്പുറം 3-4 പ്രാവശ്യം ഈ സർവീസ് സെൻറ്ററിൽ നാൾ വന്ന് ഈ വെള്ളം ക്ലീൻ ചെയ്യേണ്ട അവസ്ഥയുണ്ടായി. എന്നിട്ടും അതിന് യാതൊരുവിധ തീരുമാനവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അതിൻ്റെ ഏതോ സാധനം കംപ്ലൈൻ്റ് ആണ്, അത് മാറണമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ആ വീട്ടിൽ നിന്ന് പോയിട്ട് 1 മാസത്തോളമായി. ഇതുവരെ സർവീസ് സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ, വോൾട്ടാസിൻ്റെ സർവീസ് സ്റ്റേഷൻ നെടുമങ്ങാട് വിളിക്കുമ്പോൾ പറയുന്നത് ഞങ്ങളത് ചെക്ക് ചെയ്തിട്ട് ഉടനെ നിങ്ങളെ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് തിരിച്ചു വിളിക്കുകയുണ്ടായിട്ടില്ല. വളരെ മോശകരമാകുന്ന ഇതേപോലെ കേരളത്തിൽ എത്ര ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ പരുത്തി നോക്കണം. ഒന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അറിയാം. ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുകൾക്കെതിരെയും ഇതേപോലെയുള്ള യാതൊരു സർവീസിൽ ഉത്തരവാദിത്തമില്ലാതെ പ്രവർത്തിക്കുന്ന വോൾട്ടാസ് എന്ന് പറയുന്ന ടാറ്റയുടെ കമ്പനി AC-ക്കും ആ കമ്പനിക്കും അതിൻ്റെ സർവീസർമാർക്കും എതിരെ ജനങ്ങൾ പ്രതികരിക്കണം. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം കൊടുത്ത് സാധനങ്ങൾ വാങ്ങുമ്പോൾ അത് ഡ്യൂപ്ലിക്കേറ്റ് നൽകുന്ന ഈ വിധ കൃത്രിമ കടകൾക്കെതിരെയും അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഇവിടെ കേരളത്തിലോട്ട് കൊണ്ടുവരുന്ന കമ്പനികൾക്കെതിരെയും വ്യക്തമായ നടപടിയെടുക്കുവാൻ സർക്കാരിന് കഴിയത്തില്ല എന്നതാണ് എൻ്റെ വാസ്തവമായുള്ള പറച്ചിൽ. കാരണം ഇവരുടെ ഷോപ്പിൽ നിന്നും അതുപോലെ തന്നെ ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഇറക്കുന്ന കമ്പനിയിൽ നിന്നുമൊക്കെ ഇതിൻ്റെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ, ഉന്നതന്മാർ എന്തെങ്കിലുമൊക്കെ വാങ്ങാതിരിക്കുകയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ നെടുമങ്ങാട് ഗേൾസിൻ്റെ തൊട്ട് താഴെയുള്ള ഓക്സിജനിൽ ഒറിജിനൽ സാധനമാണോ ലഭിക്കുന്നത്? നിങ്ങൾക്ക് ഇതുപോലെ അനുഭവങ്ങൾ വന്നിട്ടുണ്ടോ? അവിടെ നിന്ന് വാങ്ങിച്ച 3 സാധനങ്ങൾക്ക് ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് തന്നെ കംപ്ലൈൻറ്റ് ഉള്ള ആ സാധനങ്ങളാണ് അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ അനുഭവങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക, ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുക. നിങ്ങൾക്കും എനിക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും കഷ്ടപ്പെടുന്നവന് പ്രതികരിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കണം. നിങ്ങൾ ശക്തമായി പ്രതികരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പങ്കുവെക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം അരുൺ നെടുമങ്ങാട്.